നമ്മൾ മീറ്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് നമ്മളോട് പറയുണ്ടായി. ആ ഒരു സമയത്ത് ഏകദേശം ഒരു 20 വർഷം മുൻപേ അദ്ദേഹം ഒരു മ്യൂച്വൽ ഫണ്ട്സിൽ SBIയുടെ കോൺട്ര എന്നുള്ളൊരു ഫണ്ടിൽ ഏകദേശം ഒരു 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു 20 രൂപ NAV എന്നുള്ള രീതിയിൽ 750ഓളം യൂണിറ്റ് ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരത്തിനിടയിൽ അതിൻ്റെ ഒരു ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നോക്കുന്ന സമയത്താണ് അറ്റ് പ്രസൻറ്റ് കോൺട്രയുടെ ഫണ്ടിന് ഏകദേശം NAV വരുന്നത് ഒരു 400 രൂപയോളാണ്. അപ്പം 400 രൂപയും 750 യൂണിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഏകദേശം അതൊരു 3 ലക്ഷത്തോളം രൂപയാണ് വരുന്നത്. പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻറ്റുകളൊന്ന് വിശദമായി പരിശോധിച്ച സമയത്താണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ ഫണ്ട് IDCW എന്നുള്ളൊരു കാറ്റഗറിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റഗറി ഫണ്ടിൻ്റെ ഇപ്പോഴത്തെ NAV വരുന്നത് ഒരു 65 മുതൽ 70 രൂപയായിരുന്നു. അപ്പോൾ അവിടെ ഫണ്ട് വാല്യൂ നോക്കുന്ന സമയത്ത് ഒരു 55,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫണ്ട് നമ്മുടെ ഗോളിനെ പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പറായി മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്തുകൊണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്.